Hi guys, this is Anisa. ഈ വീഡിയോയിൽ ഫുഡ് സേഫ്റ്റി ഉറപ്പുവരുത്താനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റായ HACCP കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഫുഡ് റിലേറ്റഡ് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ഒരു സിസ്റ്റമാണ് HACCP. HACCPയുടെ ബേസിക് കാര്യങ്ങൾ, അതിൻ്റെ 7 പ്രിൻസിപ്പിൾസ്, ഈ പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻസ് ആൻഡ് പ്രീറിക്വിസിറ്റ് ഫോർ HACCP ഈ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ എൻഡിൽ HACCP റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് MCQs കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ HACCP മൊത്തത്തിലൊന്ന് മനസ്സിലാക്കാം, കൺസെപ്റ്റ് മനസ്സിലാക്കാനും അതുപോലെ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് FSOക്കൊക്കെ വരുന്നത് എന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ വീഡിയോ കംപ്ലീറ്റ് കാണുക, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അപ്കമിങ് വീഡിയോസൊന്നും മിസ്സാവാണ്ടിരിക്കാൻ ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്യുക. ഈ HACCP എന്ന ഒരു സിസ്റ്റം എങ്ങനെ വന്നു, HACCP എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളൊരു ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു 100 കിലോഗ്രാം ചീസ് ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു 100 കിലോഗ്രാം ചീസ് ഉണ്ടാക്കി. ഈ പ്രൊഡക്റ്റിൻ്റെ സേഫ്റ്റി എൻഷ്യൂർ ചെയ്യാനും ഹസാർഡ് ആൻഡ് റിസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് മൈക്രോബയോളജിക്കൽ ടെസ്റ്റിംഗ്. സോ മൈക്രോബയോളജി ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പാത്തജൻസ് ഈ എൻഡ് പ്രൊഡക്റ്റിൽ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ പാത്തജൻ പ്രസൻറ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ 100 കിലോഗ്രാം ചീസ് മൊത്തം ചിലപ്പോൾ കളയേണ്ടി വരും. സോ ഈ മൈക്രോബയോളജിക്കൽ ടെസ്റ്റ് പോലുള്ള എൻഡ് പ്രോഡക്റ്റ് ടെസ്റ്റിങ്ങിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണെന്ന് മാത്രമല്ല, എന്തെങ്കിലും ഹസാർഡ് സംഭവിച്ചതിന് ശേഷം മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ റിസ്ക് ആൻഡ് ഹസാർഡ്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രിവെൻറ്റീവ് ആൻഡ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ ഒരു ഹൈ ഡിഗ്രി ഓഫ് ഫുഡ് സേഫ്റ്റി കൊണ്ടുവരുന്നതിനായിട്ടുള്ള ഒരു ബെസ്റ്റ് ടൂളാണ് HACCP. സോ HACCP is a science-based system which evaluates, identifies and controls the hazards. HACCP എന്നൊരു പ്രിൻസിപ്പിൾ ആദ്യമായിട്ട് വരുന്നത് ലേറ്റ് 1950s ആൻഡ് ഏർലി 1960s ഇത് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നാസ പിൽസ്ബെറി കമ്പനിയുടെ അടുത്ത് ഓസ്ട്രോനട്സിന് വേണ്ട സ്പേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫുഡിനെ കുറിച്ച് ചോദിച്ചു. അങ്ങനെ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണത്. പക്ഷേ ഇതിന് ശേഷം ഒരുപാട് ഫുഡ് അതോറിറ്റീസും സയൻറ്റിഫിക് ഓർഗനൈസേഷൻസും ഈ HACCP ഫോളോ ചെയ്യാനും റെക്കമെൻഡ് ചെയ്യാനും ഒക്കെ തുടങ്ങി. ലൈക്ക് ഇൻ്റർനാഷണൽ കോഡെക്സ് കമ്മീഷൻ, ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻ്റർനാഷണൽ കമ്മീഷനാണ് ഇൻ്റർനാഷണൽ കോഡെക്സ് കമ്മീഷൻ. അതുപോലെ USFDA, ഇന്ത്യയിലെ FSSAI, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എല്ലാം ഈ HACCP റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഹസാർഡ് അനാലിസിസ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്, ഇതിൻ്റെ അബ്രിവിയേഷനാണ് HACCP. നമുക്ക് ഈ HACCPയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് HA ഹസാർഡ് അനാലിസിസ്, രണ്ടാമത്തത് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ് CCP. അപ്പോൾ ഫസ്റ്റ് ഹസാർഡ് അനാലിസിസ് HA. നമുക്കിതൊരു എക്സാമ്പിളിലൂടെ പറയാം. മിൽക്കാണ് ഞാൻ എക്സാമ്പിളായിട്ട് എടുക്കുന്നത്, ബിക്കോസ് നമ്മൾ ഇന്ത്യയാണ് മിൽക്ക് പ്രൊഡക്ഷനിൽ നമ്പർ 1. സോ നമുക്ക് മിൽക്ക് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. മിൽക്കിൽ കണ്ടാമിനൻസ് ആയിട്ട് എന്തെങ്കിലും ബാക്ടീരിയോ, ഇപ്പോൾ യൂഷ്വലി നമുക്ക് പറയുകയാണെങ്കിൽ ബാക്ടീരിയ പ്രസൻ്റ് ആണ്. അപ്പം ഇങ്ങനെയായിട്ടുള്ള എന്തെങ്കിലും ഹസാർഡ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതാണ് ഹസാർഡ് അനാലിസിസ്. ഈ ഹസാർഡ് മിൽക്ക് സ്പോയിൽ ചെയ്യാൻ കാരണമാവും. അപ്പോൾ ഇങ്ങനെ ഒരു പാത്തജനിക് ബാക്ടീരിയ മിൽക്കിൽ പ്രസൻ്റ് ആണെന്ന് മനസ്സിലാക്കുന്നതൊക്കെയാണ് ഹസാർഡ് അനാലിസിസ്. നെക്സ്റ്റ് CCP ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്. അപ്പോൾ ഫുഡിലുള്ള ഇങ്ങനൊരു ഹസാർഡിനെ ഈ പ്രോസസ്സിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പാണ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പാത്തജനിക് ബാക്ടീരിയ ഉള്ള മിൽക്കിനെ പാസ്ചറൈസ് ചെയ്യുന്നത് ഈ ബാക്ടീരിയനെ കില്ല് ചെയ്യും. പാസ്ചറൈസേഷൻ ചെയ്യുന്നത് 72 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 സെക്കൻഡാണ്. അപ്പോൾ ഈ ടെമ്പറേച്ചർ ടൈം കോമ്പിനേഷൻ 72 ഡിഗ്രി ഫോർ 50 സെക്കൻഡ്, ഈ ഒരു പോയിൻ്റാണ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്. അപ്പോൾ നമുക്ക് ഈ പാസ്ചറൈസേഷൻ എന്നുള്ള ഈ പോയിന്റിൽ, ഈ സ്റ്റെപ്പിൽ നമുക്ക് പാത്തജനെ അല്ലെങ്കിൽ ഈ ഹസാർഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്. നെക്സ്റ്റ് നമുക്ക് ഈ HACCPയുടെ പ്രിൻസിപ്പലിലും ആപ്ലിക്കേഷനിലൊക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസിൻ്റെ ഡെഫിനിഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ കൺട്രോൾ എന്ന വേർഡ്
വേർബായിട്ടും നൗണായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. കൺട്രോൾ വേർബായിട്ട് യൂസ് ചെയ്യുമ്പോഴുള്ള ഡെഫിനിഷനാണ് HACCP പ്ലാനിലുള്ള എല്ലാ ക്രൈറ്റീരിയയും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആക്ഷൻസ് ആണ് കൺട്രോൾ. അതുപോലെ കറക്റ്റായിട്ടുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്യുകയും അതുപോലെ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയയിൽ എത്തുകയും ചെയ്തിട്ടുള്ള ആ ഒരു അവസ്ഥയാണ് നൗണായിട്ട് കൺട്രോൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, കൺട്രോൾ മെഷർ. ഒരു ഫുഡ് സേഫ്റ്റി ഹസാർഡ് അക്സെപ്റ്റബിൾ ലെവലിലോട്ട് റെഡ്യൂസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുന്നതിനോ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ആക്ഷൻ ഓർ ആക്ടിവിറ്റി, ഇതിനെയാണ് കൺട്രോൾ മെഷർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, കറക്റ്റീവ് ആക്ഷൻ. കറക്റ്റീവ് ആക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഹസാർഡ് കുറക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റെപ്പിലും, ഒരു പ്രോസസ്സിൻ്റെ ഓരോ സ്റ്റെപ്പിലും മോണിറ്റർ ചെയ്യും CCP ലെവല് കറക്റ്റ് ആണോ എന്ന്. അപ്പം ഈ CCP ലെവലിൽ എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആക്ഷൻസിനെയാണ് കറക്റ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്രിറ്റിക്കൽ കൺട്രോൾ പോയിൻറ്റ് CCP. നേരത്തെ പറഞ്ഞ തന്നെയാണ്. അപ്പോൾ എ സ്റ്റെപ്പ് അറ്റ് വിച്ച് കൺട്രോൾ ക്യാൻ ബി അപ്ലൈഡ് ആൻഡ് ഈസ് എസെൻഷ്യൽ ടു പ്രിവെൻറ്റ് ഓർ എലിമിനേറ്റ് എ ഫുഡ് സേഫ്റ്റി ഹസാർഡ് ഓർ റെഡ്യൂസ് ഇറ്റ് ടു ആൻ അക്സെപ്റ്റബിൾ ലെവൽ. അതായത് ഫുഡ് സേഫ്റ്റി ഹസാർഡിനെ ഒരു അക്സെപ്റ്റബിൾ ലെവലിലോട്ട് റെഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുകയോ ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്റ്റെപ്പ്, ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പോ ഒരു പോയിൻറ്റ് ഓർ പ്രൊസീജിയർ ഇൻ ദ പ്രോസസ്സാണ് ക്രിറ്റിക്കൽ കൺട്രോൾ പോയിൻറ്റ്. Next is critical limit, a criterion which separate acceptability from unacceptability. അതായത് ഒരു ഫുഡ് ഐറ്റം പാത്തോജനിക് ആണ് അല്ലെങ്കിൽ ഹസാർഡ് ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റം ആണ്. അപ്പോൾ നമുക്ക് അത് ഹസാർഡ് അല്ലാതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന ക്രൈറ്റീരിയയാണ് ക്രിറ്റിക്കൽ ലിമിറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ക്രിറ്റിക്കൽ കൺട്രോൾ പോയിൻറ്റിൽ CCPയിൽ ഒരു ഹസാർഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാക്സിമം ഓർ മിനിമം വാല്യൂ ആണ് ക്രിറ്റിക്കൽ ലിമിറ്റ്. നെക്സ്റ്റ്, ഡീവിയേഷൻ, ഫെയിലിയർ ടു മീറ്റ് എ ക്രിറ്റിക്കൽ ലിമിറ്റ്. 8th HACCP. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ. എ സിസ്റ്റം വിച്ച് ഐഡൻറ്റിഫൈസ്, ഇവാലുവേറ്റ്സ് ആൻഡ് കൺട്രോൾസ് ഹസാർഡ് വിച്ച് ആർ സിഗ്നിഫിക്കൻറ്റ് ഫോർ ഫുഡ് സേഫ്റ്റി. ഫുഡ് സേഫ്റ്റി ഹസാർഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക ആൻഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് HACCP. നെക്സ്റ്റ്, HACCP പ്ലാൻ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫുഡ് ചെയിനിലെ ഒരു സെഗ്മെൻറ്റിലത്തെ ഹസാർഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി HACCP പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് HACCP പ്ലാൻ. നെക്സ്റ്റ്, ഹസാർഡ്. ഹെൽത്തിനെ അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ബയോളജിക്കൽ, കെമിക്കൽ ഓർ ഫിസിക്കൽ ഏജൻറ്റോ കണ്ടീഷനോ ആണ് ഹസാർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഹസാർഡ് അനാലിസിസ്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു. അപ്പോൾ ഇതെന്താണ്? പ്രോസസ് ഓഫ് കളക്ടിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഇൻഫോർമേഷൻ ഓൺ ഹസാർഡ്സ് ആൻഡ് കണ്ടീഷൻസ് ലീഡിങ് ടു ദെയർ പ്രസൻസ് ടു ഡിസൈഡ് വിച്ച് ആർ സിഗ്നിഫിക്കൻറ്റ് ഫോർ ഫുഡ് സേഫ്റ്റി ആൻഡ് therefore should be addressed in the HACCP plan. അപ്പോൾ ഹസാർഡ് അനാലിസിസിൽ എന്തൊക്കെയാണ്? കളക്ടിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഇൻഫോർമേഷൻ ഓൺ ഹസാർഡ്. ഈ ഹസാർഡ് എങ്ങനെ ഫുഡ് സേഫ്റ്റിയെ എഫക്റ്റ് ചെയ്യും, HACCP പ്ലാനിലോട്ട് കൊണ്ടുവരണോ, ഫുഡ് സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് HACCP പ്ലാനിലോട്ട് കൊണ്ടുവരണോ എന്നൊക്കെയുള്ള അനാലിസിസാണ് ഹസാർഡ് അനാലിസിസ്. നെക്സ്റ്റ്, HACCPയുടെ 7 പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കണ്ടക്ട് എ ഹസാർഡ് അനാലിസിസ്. 3 ടൈപ്പ് ഓഫ് ഹസാർഡ്സ് ആണുള്ളത്. ഫിസിക്കൽ ഹസാർഡ്സ്, കെമിക്കൽ ഹസാർഡ്സ് ആൻഡ് ബയോളജിക്കൽ ഹസാർഡ്സ്. വീണ്ടും എക്സാമ്പിളായിട്ട് മിൽക്ക് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ മിൽക്കിൻ്റെ കേസിൽ ഫിസിക്കൽ ഹസാർഡ്സ് ആയിട്ട് എന്തൊക്കെ വരാം? പാല് കറന്നെടുക്കുന്ന സമയത്ത് വരുന്ന ഡേർട്ടോ അല്ലെങ്കിൽ ആനിമൽ ഹെയർ എക്സെട്ര, ഇതൊക്കെ ഫിസിക്കൽ ഹസാർഡ്സ് ആണ്. കെമിക്കൽ ഹസാർഡ്സ്, ഫോഡിൽ നിന്നോ അല്ലെങ്കിൽ എൻവിയോൺമെൻറ്റിൽ നിന്നോ, ഈ ആനിമൽ വളരുന്ന എൻവിയോൺമെൻറ്റിൽ നിന്നൊക്കെ വന്നിട്ടുള്ള പെസ്റ്റിസൈഡ് റെസിഡ്യൂസ് അല്ലെങ്കിൽ വെറ്ററിനറി ഡ്രഗ്സ് ത്രൂ ഇഞ്ചെക്ഷൻ, ആനിമൽസിന് എന്തെങ്കിലും ഡിസീസ് വരുമ്പം ഇഞ്ചെക്ഷൻ ചെയ്യുമല്ലോ, ആൻറ്റിബയോട്ടിക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോൺ ഡിസീസസ് ഒക്കെ വരുമ്പം ഇഞ്ചെക്ഷൻ എടുക്കും. അപ്പോൾ ഈ ഇഞ്ചെക്ഷനിലൂടെയൊക്കെ വരുന്ന വെറ്ററിനറി ഡ്രഗ്സ്, അതുമൂലം ഹസാർഡ് കണ്ടാമിനേറ്റഡ് ആവാം ഫുഡ്. അപ്പോൾ അത് കെമിക്കൽ ഹസാർഡാണ്. അതുപോലെ ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഉണ്ടാവാം. മേ ബി അൺഹൈജീനിക് ആയിട്ടുള്ള ആൾക്കാർ മിൽക്കിങ് ചെയ്താൽ അല്ലെങ്കിൽ യൂട്ടൻസിൽസ്
ക്ലീൻ ചെയ്യാത്തതല്ലായിരുന്നാലും അങ്ങനെയൊക്കെ മിൽക്കിങ്ങിൻ്റെ ടൈമിൽ വരുന്ന എന്തെങ്കിലും ബാക്ടീരിയൽ കണ്ടാമിനേഷൻസ് ഉണ്ടാവും, പാത്തോജനിക് ഓർ നോൺ പാത്തോജനിക് ബാക്ടീരിയൽ കണ്ടാമിനേഷൻസ് ഉണ്ടാവും. ഇതൊക്കെ ബയോളജിക്കൽ ഹസാർഡാണ്. അപ്പോൾ പ്രോസസ്സിൻ്റെ ഓരോ സ്റ്റെപ്പിലും പോസിബിൾ ആയിട്ടുള്ള എല്ലാ പൊട്ടൻഷ്യൽ ഹസാർഡ്സും റിസ്ക് ഇതായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള റിസ്ക്കും ഒക്കെ നോട്ട് ചെയ്യും. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അങ്ങനെ നമ്മൾ ഹസാർഡ് അനാലിസിസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഡിറ്റർമൈൻ ദ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്സ്. അപ്പോൾ നമുക്കിപ്പോൾ അറിയാം, ഈ സ്റ്റേജിൽ നമുക്കറിയാം നമ്മുടെ ഫുഡിൽ ഹസാർഡ് ഉണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടെങ്കിൽ അതെങ്ങനെ കൺട്രോൾ ചെയ്യണം, അപ്പോൾ അതാണ് അടുത്തായിട്ട് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ നമുക്ക് കൺട്രോൾ അപ്ലൈ ചെയ്തിട്ട് ഹസാർഡ് റെഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പ്രിവെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാനോ പറ്റുകയാണെങ്കിൽ ഈ സ്റ്റെപ്പാണ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്. അപ്പോൾ നമ്മൾ ഒരു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റിൽ എങ്ങനെ ഈ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ് കണ്ടുപിടിക്കും? ഇതിന് വേണ്ടിയിട്ടൊരു ഡിസിഷൻ ട്രീ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്സിനെ കണ്ടുപിടിക്കുന്നത്. അത് നമ്മൾ മിൽക്ക് തന്നെയാണ് എക്സാമ്പിളായിട്ട് ത്രൂ ഔട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഡിസിഷൻ ട്രീയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഡു പ്രിവെൻറ്റീവ് മെഷർ എക്സിസ്റ്റ് അറ്റ് ദിസ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് നമ്മളെടുത്ത മിൽക്കിൽ ഹസാർഡ് ഉണ്ടെന്ന് വെക്കാം, ഫിസിക്കൽ ഹസാർഡാണെന്ന് വെക്കാം. അപ്പോൾ നമുക്ക് എന്താണ്, ഫിൽറ്റർ ചെയ്തതിന് ശേഷം മിൽക്കിന് ശേഷം ഫിൽറ്റർ ചെയ്താൽ നമുക്ക് ഈ ഫിസിക്കൽ ഹസാർഡ് പുറത്ത് കളയാൻ പറ്റും. അപ്പോൾ അതായത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡു പ്രിവെൻറ്റീവ് മെഷർ എക്സിസ്റ്റ് അറ്റ് ദിസ് സ്റ്റെപ്പ്. അപ്പോൾ അത് എസ് ആണ്. ആൻസർ യെസ് ആണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഈസ് ദ സ്റ്റെപ്പ് സ്പെസിഫിക്കലി ഡിസൈൻഡ് ടു എലിമിനേറ്റ് ഓർ റെഡ്യൂസ് ദ ലൈക്ലി ഒക്കുറൻസ് ഓഫ് ദി ഹസാർഡ് ടു ആൻ അക്സെപ്റ്റബിൾ ലെവൽ. അപ്പോൾ ഇതെന്താണ്, ഈ ഹസാർഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഉള്ള സ്പെസിഫിക് സ്റ്റെപ്പാണോ ഇത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്, യെസ്. ഈ സ്റ്റേജാണ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്. സോ മിൽക്കിങ്ങിന് ശേഷമുള്ള ഫിൽറ്ററിങ് എന്താണ്, ഫിസിക്കൽ ഹസാർഡ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻ്റ് ആണ്. ബട്ട് നമുക്കൊരു കെമിക്കൽ കണ്ടാമിനൻറ്റിനെ എടുക്കാം. ഇൻ കേസ് ഓഫ് കെമിക്കൽ ഹസാർഡ്, അപ്പോൾ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വീണ്ടും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡു പ്രിവെൻറ്റീവ് മെഷർ എക്സിസ്റ്റ് അറ്റ് ദിസ് സ്റ്റെപ്പ്. നമ്മൾ കെമിക്കൽ ഹസാർഡായിട്ട് ഒരു പെസ്റ്റിസൈഡ് റെസിഡ്യൂവിനെ എടുക്കാം. അപ്പോൾ ഇവിടെ ആൻസർ എന്താ, നോ. നോ ആണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഈസ് കൺട്രോൾ അറ്റ് ദിസ് സ്റ്റെപ്പ് ഈസ് നെസസറി ഫോർ ഫുഡ് സേഫ്റ്റി. ഇവിടെ ആൻസർ എന്താ, യെസ്. അപ്പോൾ ഇറ്റ്സ് നോട്ട് എ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ കെമിക്കൽ ഹസാർഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മിൽക്കിങ്ങിൻ്റെ മുന്നേ നോക്കേണ്ടിയിരുന്ന കാര്യമായിരുന്നു. ഇനി നമുക്ക് ബയോളജിക്കൽ ഹസാർഡിൻ്റെ എക്സാമ്പിൾ. സോ മിൽക്കിൽ മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡു പ്രിവെൻറ്റീവ് മെഷർ എക്സിസ്റ്റ് അറ്റ് ദിസ് സ്റ്റെപ്പ്. ഇവിടെ ആൻസർ എന്താണ്, നോ ആണ്. നോ ആണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഈസ് കൺട്രോൾ അറ്റ് ദിസ് സ്റ്റെപ്പ് ഈസ് നെസസറി ഫോർ ഫുഡ് സേഫ്റ്റി. ഇവിടെ യെസ് ആണ്. പക്ഷേ കണ്ടാമിനൻസിനെ, മൈക്രോബിയൽ കണ്ടാമിനൻസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്റ്റുറൈസേഷൻ ചെയ്യും. മിൽക്ക് പ്രോസസ്സിങ്ങിൽ പാസ്റ്റുറൈസേഷൻ ചെയ്യുന്നത് അതുകൊണ്ടാണ്, പാത്തജനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മിൽക്ക് ഫ്രീ ഫ്രം ദ പാത്തജൻ. അപ്പം അതിന് ക്രിട്ടിക്കൽ ലിമിറ്റ് ഉണ്ട്, ക്രിട്ടിക്കൽ പോയിൻ്റ് ഉണ്ട്. പാസ്റ്റുറൈസേഷൻ ലെവലിലാണ് ക്രിട്ടിക്കൽ പോയിൻ്റ് ഉള്ളത്. ഇങ്ങനെയാണ് ഓരോ ഹസാർഡിനും ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. എന്നിട്ട് ഹസാർഡ് റെഡ്യൂസ് ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ്, കൺട്രോൾ ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ് ചെയ്യും. അങ്ങനെ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻ്റ് കണ്ടുപിടിച്ചാൽ നെക്സ്റ്റ് തിങ് ഈസ് ക്രിട്ടിക്കൽ ലിമിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. കൺട്രോൾ ലിമിറ്റ് എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരിക്കും. ഹസാർഡ് കൺട്രോൾ ചെയ്യാനുള്ള മിനിമം ഓർ മാക്സിമം വാല്യൂ ആണ് കൺട്രോൾ ലിമിറ്റ് അറ്റ് ദ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു കെമിക്കൽ ഹസാർഡ് എക്സാമ്പിൾ എടുക്കാം. മിൽക്കിൽ കെമിക്കൽ ഹസാർഡ് ഒരു പെസ്റ്റിസൈഡ് റെസിഡ്യൂ എടുക്കാം. ഫോർ എക്സാമ്പിൾ DDT. DDTയുടെ വാല്യൂ 0.1 മൈക്രോഗ്രാം പെർ MLA വരാൻ പാടുള്ളൂ എന്ന് വിചാരിക്കുക. അതാണ് അതിൻ്റെ ക്രിട്ടിക്കൽ ലിമിറ്റ്. അപ്പോൾ ഈ പോയിൻറ്റിനേക്കാൾ കൂടുന്നത് അക്സെപ്റ്റബിൾ അല്ല, അതുപോലെ ഇതിനേക്കാളും കുറഞ്ഞതാണെങ്കിൽ അക്സെപ്റ്റബിൾ ആണ്. അപ്പം ഒരു പ്രോഡക്റ്റ് ഈ ക്രൈറ്റീരിയ, ക്രിട്ടിക്കൽ ലിമിറ്റിൻ്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം. ഈ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ് ക്രിട്ടിക്കൽ ലിമിറ്റിൽ തന്നെ ആണെങ്കിലേ ഈ ഫുഡ് സേഫ് ആവുള്ളൂ. ഓക്കെ, നമ്മൾ ഹസാർഡ് കണ്ടുപിടിച്ചു, ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ് ഡിറ്റർമൈൻ ചെയ്തു, പിന്നെ ഒരു ക്രിട്ടിക്കൽ ലിമിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഈ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ് ക്രിട്ടിക്കൽ ലിമിറ്റിൽ തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ, ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോണിറ്ററിങ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യും, അത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യും.
മോണിറ്റർ ചെയ്യുമ്പം ക്രിറ്റിക്കൽ ലിമിറ്റിൽ നിന്നും CCP വാല്യൂസിൽ എന്തെങ്കിലും ഡീവിയേഷൻ കാണുകയാണെങ്കിൽ അപ്പോഴാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് കറക്റ്റീവ് ആക്ഷൻ, എസ്റ്റാബ്ലിഷ് ദി കറക്റ്റീവ് ആക്ഷൻ. അതായത് മോണിറ്റർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡീവിയേഷൻസ് കാണുകയാണെങ്കിൽ അവിടെ കറക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കണം. അപ്പോൾ ഈ ലിമിറ്റ് തിരിച്ച് നോർമൽ വാല്യൂവിലേക്ക്, ഡീവിയേഷനിലുള്ള ലിമിറ്റിനെ തിരിച്ച് നോർമൽ വാല്യൂവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ആക്ഷൻസിനെയാണ് കറക്റ്റീവ് ആക്ഷൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സാൽമണല്ല കണ്ടാമിനേഷൻ ആണെന്ന് വിചാരിക്കുക മിൽക്കിൽ. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്റ്റുറൈസേഷൻ ചെയ്യുന്നത് ഒരു കറക്റ്റീവ് ആക്ഷനാണ്. നെക്സ്റ്റ് ഇസ് എസ്റ്റാബ്ലിഷ് വെരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഈ എൻറ്റയർ സിസ്റ്റം ഇഫക്റ്റീവ്ലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യണം. പ്രിൻസിപ്പിൾസൊക്കെ എക്സിക്യൂട്ട് ചെയ്തത് കറക്റ്റ് റൂൾ പ്രകാരം തന്നെയാണെന്നൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും അതോറിറ്റി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീനെയൊക്കെ കൊണ്ട് വെരിഫൈ ചെയ്യിക്കാം. അപ്പോൾ ഇതിനെല്ലാം ഒരു ഡോക്യുമെൻറ്റ് വേണം. അപ്പോൾ അതാണ് നെക്സ്റ്റ് പ്രിൻസിപ്പിൾ, എസ്റ്റാബ്ലിഷ് റെക്കോർഡ് കീപ്പിംഗ് പ്രൊസീജിയേഴ്സ്. ഈ ഡീവിയേഷൻ സംഭവിച്ചിരുന്നു, എങ്ങനെയൊക്കെയാണ് കറക്റ്റ് ചെയ്തത്, ഏത് സ്റ്റെപ്പിലായിരുന്നു ക്രിറ്റിക്കൽ കൺട്രോൾ പോയിന്റ്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോക്യുമെൻറ്റ് വേണം. അതുപോലെ ഡാറ്റാസൊക്കെ ലോഗായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഓഡിറ്റിംഗ് ഓർ ഇൻസ്പെക്ഷൻ ഒക്കെ വരുമ്പോൾ ഈ ഡോക്യുമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ 7 പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കി. ഇനി ഇതെങ്ങനെ നമ്മൾ ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇതിനൊരു ലോജിക്കൽ സീക്വൻസിങ് ഉണ്ട്. അതായത് ഫസ്റ്റ് ഇതാണ്, അത് കഴിഞ്ഞിട്ട് ഏത് വരുന്നതാണ്, ഇങ്ങനത്തെ സീക്വൻസിങ് ആണ് ലോജിക്കൽ സീക്വൻസിങ്. അപ്പോൾ അത് നോക്കാം. ഇതിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ അസംബിൾ HACCP ടീം. നമ്മൾ എക്സാമ്പിളായിട്ട് മിൽക്ക് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കൂടെ ഒരു മൈക്രോബയോളജിസ്റ്റ് ഉണ്ട്, കെമിസ്റ്റ് ഉണ്ട്. അവർ പെസ്റ്റിസൈഡ് റെസിഡ്യൂസ് അല്ലെങ്കിൽ മൈക്രോബിയൽ എഫക്റ്റ് ഇതിനെയൊക്കെ കുറിച്ച് നല്ലതായിട്ടുള്ള ധാരണയുള്ള ആൾക്കാരുണ്ട്. അതുപോലെ ഒരു വെറ്റിനറിയൻ ഉണ്ട്, ആനിമൽസിന് ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിനൊക്കെ കുറിച്ച് അറിയാവുന്ന ഒരു വെറ്റിനറിയൻ ഉണ്ട്. അതുപോലെ ഒരു എഞ്ചിനീയർ ഉണ്ട്, പാസ്റ്റുറൈസേഷൻ യൂണിറ്റ് ഒക്കെ ഡെവലപ്പ് നോക്കുകയൊക്കെ ചെയ്യുന്ന ഒരു എഞ്ചിനീയർ ഉണ്ട്. അതുപോലെ ഇത് കണ്ടാമിനേഷനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ടീം അസംബിൾ ചെയ്യണം. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിനും ഇങ്ങനെ ഒരു ടീം ഡിഫറെൻ്റ് ആയിരിക്കും. യൂണിറ്റിൽ എക്സ്പേർട്സ് ഇല്ലെങ്കിൽ തന്നെ പുറത്തുനിന്നൊക്കെ എക്സ്പേർട്സിനെ എടുക്കാം, ടീമാക്കി അസംബിൾ ചെയ്യാം. അപ്പം എന്ത് ഇഷ്യൂ അഡ്രസ്സ്, അപ്പം ഏത് യൂണിറ്റ് ആണോ അപ്പോൾ അതിൻ്റെ എന്ത് ഇഷ്യൂ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ട എക്സ്പേർട്സ് അസംബിൾ ചെയ്യണം. അതാണ് ഫസ്റ്റ് തിങ്. ഈ പ്രിൻസിപ്പിൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അപ്ലൈ ചെയ്യാനുള്ള ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഈ എക്സ്പേർട്ടിനെയൊക്കെ അസംബിൾ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ഡിസ്ക്രൈബ് ദി പ്രോഡക്റ്റ്. അതായത് ഈ പ്രോഡക്റ്റിൻ്റെ pH എങ്ങനെയുണ്ട്, ടെക്സ്ചർ എങ്ങനെയാണ്, അതിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഡിസ്ക്രൈബ് ചെയ്യണം. ഇതാണ് നെക്സ്റ്റ് ഐഡൻറ്റിഫൈ ദ ഇൻറ്റൻറ്റഡ് യൂസ്. ഡിഫറെൻറ്റ് പ്രോഡക്റ്റിന് ഡിഫറെൻറ്റ് ഇൻറ്റൻറ്റഡ് യൂസ് ആയിരിക്കും അല്ലേ. അപ്പം മിൽക്കിൻ്റെ കേസ് എടുക്കാം. മിൽക്ക് നമ്മൾ ഡയറക്റ്റ്ലി കൺസ്യൂം ചെയ്യാണ്. പക്ഷേ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ എടുക്കാം, കോവ. ഒരു ഡെസിക്കേറ്റഡ് മിൽക്ക് പ്രോഡക്റ്റ് ആണ് കോവ. പക്ഷേ കോവ എന്താണ്, നോട്ട് ഡയറക്റ്റ്ലി കൺസ്യൂമിങ്. അപ്പോൾ കോവ ഒരു സീഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽ ആയിട്ടാണ് പോകുന്നത്. സീഡ്സിൽ 7% മിൽക്ക് കോവയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് പ്രോഡക്റ്റിന് ഡിഫറെൻറ്റ് ഇൻറ്റൻറ്റഡ് യൂസ് ആയിരിക്കും. അപ്പോൾ ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റിന് എന്തൊക്കെയാണ് വേണ്ടത്, അതായത് പാക്കേജിങ് എങ്ങനത്തെയാണ്, ട്രാൻസ്പോർട്ട് എങ്ങനെയാണ്, അതിൻ്റെ ടെമ്പറേച്ചർ എങ്ങനെയാണ് അതിനെ കീപ്പ് ചെയ്യേണ്ടത്, അപ്പോൾ ഇതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റൻറ്റഡ് യൂസിൽ വരുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് കൺസ്ട്രക്ട് ഫ്ലോ ഡയഗ്രാം. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് എങ്ങനെയാണോ യൂണിറ്റിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് വരുന്നത്, അങ്ങനെ തുടങ്ങി ഇത് പോകുന്ന ഓരോ സ്റ്റെപ്സും, അങ്ങനെ അവസാനം എൻഡിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് വരെ ഇതെങ്ങനെയാണുള്ള കാര്യങ്ങൾ ഡയഗ്രമാറ്റിക്കലി എൻഡ് വരെയുള്ള ഇവൻറ്റ്സ് ഒരു സീക്വൻസ് ആയിട്ട് ഓർഡറിൽ വെക്കുന്നതിനാണ് പ്രോസസ്സിംഗ് ഫ്ലോ ഡയഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓൺസ് കൺഫർമേഷൻ ഓഫ് ഫ്ലോ ഡയഗ്രാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഫ്ലോ ഡയഗ്രാം, പ്രോസസ്സിംഗ് ഫ്ലോ ഡയഗ്രാം, അപ്പോൾ ഈ ഒരു ഫ്ലോ ഡയഗ്രാം വർക്ക് ചെയ്യുന്ന ലാബിൽ അല്ലെങ്കിൽ യൂണിറ്റിൽ വെക്കണം. അതുപോലെ തന്നെ അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഇത് കൺഫേം ചെയ്യണം. അതായത് നമ്മൾ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെയാണോ പ്രോസസ് യൂണിറ്റിൽ കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, എല്ലാം ഓക്കെ ആണോ, ഫസ്റ്റ് സ്റ്റെപ്പ് ടു ലാസ്റ്റ് സ്റ്റെപ്പ് ഓരോന്നും വെരിഫൈ ചെയ്യണം. ഓൺ സൈറ്റിൽ പോയിട്ട് ഓരോ സ്റ്റെപ്പും വെരിഫൈ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വെരിഫൈ എല്ലാം കഴിഞ്ഞാൽ നൗ ഇറ്റ് ഈസ് റെഡി ടു പുട്ട് ദി HACCP പ്രിൻസിപ്പിൾസ്.
അപ്പോൾ ഈ 5 സ്റ്റെപ്പ് റെഡിയാക്കിയതിന് ശേഷം പിന്നെ 6 to 12 വരെ എന്താണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഈ 7 പ്രിൻസിപ്പിൾസ് ആണ്. List all the potential hazard, conduct a hazard analysis, consider control measures. Next, determine CCPs. And next, establish critical limit for each CCP. Establish a monitoring system for each CCP. Establish corrective actions. Establish verification procedures. Establish documentation and record keeping. പക്ഷേ HACCP ആപ്ലിക്കേഷന് മുമ്പായിട്ട് കുറച്ച് പ്രീ റിക്വിസിറ്റ്സ് ഉണ്ട്. HACCP is not a standalone program. അപ്പോൾ പ്രീ റിക്വിസിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കൺസ്ട്രക്ഷൻ, ലേഔട്ട് ആൻഡ് ഫെസിലിറ്റീസ് ഓഫ് പ്രിമൈസസ്, സപ്ലൈസ് ഓഫ് വാട്ടർ, എന്തൊക്കെ ടൈപ്പ് വാട്ടറാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ, അല്ല വാട്ട് കൈൻഡ് ഓഫ് എക്യുപ്മെൻറ്റ്സ്, കണ്ടാമിനേഷൻസ് ഉണ്ടോ, എക്യുപ്മെൻറ്റ്സ് ആൻഡ് യൂട്ടൻസിൽസ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂട്ടൻസിൽസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ആണ് മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത്. പിന്നെ സപ്ലയർ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽ, റോ മെറ്റീരിയൽ സെയിം സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, സപ്ലൈ സിസ്റ്റത്തിൽ എന്തെങ്കിലും കൺട്രോൾ ഉണ്ടോ ഒക്കെയുള്ളത്. പിന്നെ വേസ്റ്റ് ഡിസ്പോസൽ, പ്രോപ്പറായിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസൽ ഉണ്ടോ, കണ്ടാമിനേഷൻ കോസ് ചെയ്യാത്ത രീതിയിലുള്ള കറക്റ്റായിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് ഉണ്ടോ എന്നൊക്കെയുള്ളത്. നെക്സ്റ്റ്, ക്ലീനിങ് ആൻഡ് സ്റ്റെറിലൈസിങ്, ഇഫക്റ്റീവായിട്ടുള്ള ക്ലീനിങ് ആൻഡ് സ്റ്റെറിലൈസിങ് സംഭവങ്ങളുണ്ടോ എന്ന് നോക്കുന്നത്. നെക്സ്റ്റ്, പെസ്റ്റ് കൺട്രോൾ. അടുത്തത് പേഴ്സണൽ ഹൈജീൻ, വർക്കേഴ്സും എല്ലാവരും കറക്റ്റായിട്ടുള്ള ഹൈജീൻ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, അപ്പം എത്ര നല്ല പ്രോഡക്റ്റ് ആണെങ്കിലും കറക്റ്റായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ വേണം. അടുത്ത ട്രാൻസിയബിലിറ്റി, റീകാൾ ദി പ്രോഡക്ട്സ്, എന്തെങ്കിലും സേഫ്റ്റി ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ പ്രോഡക്ട്സ് റീകാൾ ചെയ്യാനുള്ള ഫെസിലിറ്റി. പിന്നെ അടുത്ത ട്രെയിനിങ് ആണ്. അപ്പം ട്രെയിൻഡ് ആയിട്ടുള്ള മാൻ പവർ വേണം അറ്റ് ഓൾ ദി ലെവൽസ് ഓഫ് ദി യൂണിറ്റ്. അപ്പോൾ അത്രയാണ് പ്രീ റിക്വിസിറ്റ്സ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയാണ് HACCPയെ കുറിച്ച് പറയുന്നത്. അപ്പം HACCPയുടെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, എൻഡ് പ്രോഡക്റ്റ് ടെസ്റ്റിങ്ങിലൊക്കെ നമുക്ക് എൻറ്റയർ ബാച്ചിന് നഷ്ടപ്പെട്ടേക്കാം ഒരു പ്രോഡക്റ്റിൻ്റെ. പക്ഷേ ഇതാവുമ്പോൾ നമുക്കത് ലോസ് ചെയ്യില്ല. അല്ലാതെ തന്നെ നമുക്ക് ഹസാർഡും ആൻഡ് റിസ്ക്കൊക്കെ ഫുഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഡിറ്റർമൈൻ ചെയ്യാം. അതുപോലെ അത് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കുകയും ചെയ്യാം. സോ HACCP ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഫോർ എൻഷുറിങ് ദ ഫുഡ് സേഫ്റ്റി. പിന്നെ നമ്മൾ 7 പ്രിൻസിപ്പിൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ആപ്ലിക്കേഷൻസ് പറഞ്ഞു, അതിൻ്റെ ലോജിക്കൽ സീക്വൻസ് പറഞ്ഞു, പിന്നെ റിക്വയർമെൻറ്റ്സ്, അതിൻ്റെ പ്രീ റിക്വിസിറ്റ്സും പറഞ്ഞു. ഇനി HACCP ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് MCQs നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് HACCP സിസ്റ്റം ഫോർ? ഓപ്ഷൻ എ, ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ഹസാർഡ്. ഈ ഹസാർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് HACCPയുടെ ഒരു പ്രിൻസിപ്പിളാണ്. പക്ഷേ HACCP സിസ്റ്റംസ് ഫോർ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ഹസാർഡ് എന്ന് പറയുന്നത് ശരിയല്ല. നെക്സ്റ്റ്, എ സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് ഓൾ സ്റ്റെപ്സ് ആൻഡ് റെഗുലർ മോണിറ്ററിങ് ഓഫ് കൺട്രോൾ പോയിൻറ്റ്സ്, അത് ശരിയാണ്. എല്ലാ സ്റ്റെപ്പിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അനാലിസിസും അതുപോലെ കൺട്രോൾ പോയിൻറ്റ്സിൻ്റെ റെഗുലർ ആയിട്ടുള്ള മോണിറ്ററിങ്ങും. ഐഡൻറ്റിഫൈങ് ദ CCPs ഇൻക്ലൂഡിങ് ദെയർ ലൊക്കേഷൻ, പ്രൊസീജിയർ ആൻഡ് പ്രോസസ്, ശരിയല്ല. CCPs ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും, അതുപോലെ ഏത് സ്റ്റെപ്പിലാണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോസസ് HACCP വെച്ച് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നതല്ല. നെക്സ്റ്റ്, അക്യുറേറ്റ്ലി മോണിറ്ററിങ് ഫുഡ് ഹൈജീൻ ഹസാർഡ്സ്. ആക്ച്വലി ഹസാർഡ് അല്ല മോണിറ്റർ ചെയ്യുന്നത്, ഫുഡ് സേഫ്റ്റി ഹസാർഡ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രിറ്റിക്കൽ കൺട്രോൾ പോയിന്റിൽ തന്നെയാണോ സിസ്റ്റം പോകുന്നത് എന്നുള്ളതാണ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ബി, എ സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് ഓൾ സ്റ്റെപ്സ് ആൻഡ് റെഗുലർ മോണിറ്ററിംഗ് ഓഫ് കൺട്രോൾ പോയിന്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്റ്റെപ്പ് അറ്റ് വിച്ച് control can be applied and is essential to prevent or eliminate a food safety hazard or reduce it to an acceptable level. ഒരു ഹസാർഡിനെ ഫുഡ് അക്സെപ്റ്റബിൾ ലെവലിലോട്ട് റെഡ്യൂസ് ചെയ്യുവാനോ അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് കൺട്രോൾ അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പ് ഏതാണ്? ഓപ്ഷൻ എ, ക്രിറ്റിക്കൽ പോയിന്റ്. ഓപ്ഷൻ ബി, ക്രിറ്റിക്കൽ സി, ക്രിറ്റിക്കൽ കൺട്രോൾ പോയിന്റ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ്. Answer is option C, critical control point. Next question, which of the following would be a limit? താഴെയുള്ളതിൽ ഏതാണ് ഒരു ക്രിറ്റിക്കൽ ലിമിറ്റ്? ഓപ്ഷൻ എ, വാഷിംഗ് വെജിറ്റബിൾസ് ബിഫോർ യൂസിങ് ദം. ഓപ്ഷൻ ബി, കുക്കിംഗ് ഓഫ് ചിക്കൻ ടു റീച്ച് എ ടെമ്പറേച്ചർ ഓഫ് 165 degree Fahrenheit or 74 degree Celsius for 15 seconds. Option C, checks by date on canned ingredients.
Option D, the temperature food is kept at in a fridge. Critical limit എന്താണ്? ഒരു വാല്യൂ ആണ്. ഹസാർഡ് കൺട്രോൾ ചെയ്യാനുള്ള മിനിമം ഓർ മാക്സിമം വാല്യൂ അറ്റ് ദി ക്രിറ്റിക്കൽ കൺട്രോൾ പോയിന്റ്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ക്രിറ്റിക്കൽ ലിമിറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ ബി ആണ്, കുക്കിംഗ് ഓഫ് ചിക്കൻ ടു റീച്ച് എ ടെമ്പറേച്ചർ ഓഫ് 165 ഡിഗ്രി ഫാരൻഹീറ്റ് ഓർ 74 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 സെക്കൻഡ്സ്. ഇതിലൊന്നും അങ്ങനെ ലിമിറ്റ് പറയുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ചല്ല പറയുന്നത്. സോ ആൻസർ ഇസ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് നോട്ട് വൺ ഓഫ് ദി HACCP പ്രിൻസിപ്പിൾ? ഓപ്ഷൻ എ, ചെക്ക് ദം ആൻഡ് വെരിഫൈ ദാറ്റ് ഇറ്റ് വർക്ക്സ്. ഇത് ഒരു പ്രിൻസിപ്പിളാണല്ലേ, 6th പ്രിൻസിപ്പിൾ. ഓപ്ഷൻ ബി, ഡെവലപ്പ് പ്രൊസീജിയേഴ്സ് ടു എഡ്യൂക്കേറ്റ് ദി റെഗുലേറ്റേഴ്സ് അബൌട്ട് ദി HACCP പ്രിൻസിപ്പിൾസ്. അതൊരു പ്രിൻസിപ്പിളല്ല. നെക്സ്റ്റ് ഓപ്ഷൻ സി, ഐഡൻറ്റിഫൈ ലൈക്ലി ഹസാർഡ്സ്. അതെ. നെക്സ്റ്റ് തിങ് ഓപ്ഷൻ ഡി, എസ്റ്റാബ്ലിഷ് ക്രിറ്റിക്കൽ കൺട്രോൾ പോയിന്റ്. ഇതും പ്രിൻസിപ്പിളാണ്. അപ്പോൾ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഓപ്ഷൻ ബി, ഡെവലപ്പ് പ്രൊസീജിയേഴ്സ് ടു എഡ്യൂക്കേറ്റ് ദി റെഗുലേറ്റേഴ്സ് അബൌട്ട് ദി HACCP principles. Next question, which of the following can be classified as a physical hazard? Option A, glass piece in beverage bottle. Option B, mold surface of breadcrumb. Option C, alpha toxin in roasted groundnuts. Option D, all of the above. ഇതിൽ ഏതാണ് ഫിസിക്കൽ ഹസാർഡ്? ഓപ്ഷൻ എ, ഗ്ലാസ് പീസ് ഇൻ ബിവറേജ് ബോട്ടിൽ. ഓപ്ഷൻ ബി, ബയോളജിക്കൽ ഹസാർഡാണ്. ഓപ്ഷൻ സി, കെമിക്കൽ ഹസാർഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following sectors is HACCP applicable to? Option A, retailing. Option B, fast food takeaways. Option C, office administration. Option D, facilities. കറക്റ്റ് ഓപ്ഷൻ ബി ആണ്, ഫാസ്റ്റ് ഫുഡ് ടേക്ക്അവേസ്. ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിലോ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലോ അതോറിറ്റീസിലോ ഒക്കെയാണ് HACCP സിസ്റ്റം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് HACCP റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ ഡൗട്ടോ കൺഫ്യൂഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ മറ്റു ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. FSOക്ക് വേണ്ടിയിട്ടുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.